കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് നൗ. ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഫീൽ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡെഫിനറ്റ്ലി ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണമെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ മനസ്സുകൊണ്ട് തന്നെ ഡിസിഷൻസ് എടുക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പക്ഷേ മേ ബി അവർക്ക് അതൊരു റിയാലിറ്റിയിൽ കൊണ്ടുവരാനായിട്ട് കഴിയാത്തതായിട്ട് കാണുന്നുണ്ട്. മനസ്സുകൊണ്ട് അവരെപ്പോഴും നിങ്ങളുടെ അരികിലാണ് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. യെസ്, അത്രയധികം സ്ട്രോങ് ആയിട്ട് അവർ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് മനസ്സിൽ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് യെസ്, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും ഉത്കണ്ഠകളും എപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. അത്രയധികം ആൻഷ്യസ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. കാരണം ഈ ഒരു സെപ്പറേഷനിൽ മേ ബി സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കണം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് പോയിട്ടുള്ളത്. പക്ഷെ ഈ ഒരു അകൽച്ച നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകാനുള്ളൊരു കാരണമായി തീരുമോ എന്ന് പോലും അവരിപ്പോ ചിന്തിക്കുന്നുണ്ട്. ഓക്കേ. പക്ഷേ ഒരു കാരണവശാലും ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ രണ്ടുപേരെയും അകലത്തിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതല്ലാതെ നിങ്ങൾ ഒരിക്കലും പരസ്പരം വിട്ടുമാറാൻ കഴിയാത്തൊരു റിലേഷൻഷിപ്പാണ്. മേ ബി അത് ഡിവൈനായിട്ട് തന്നെ അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഒരുമിപ്പിച്ച് ചേർത്തിട്ടുള്ള ഒരു വ്യക്തികളായത് കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒരു മജീഷ്യൻ എഫക്റ്റ് ഉണ്ടാവാണ്. അതായത് ഒരു മാജിക്കലായിട്ട് നിങ്ങൾ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിട്ടുള്ളത്. നമുക്ക് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് കൂടി നോക്കാം. യെസ്, നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സണ് അത്രയധികമായിട്ടുള്ള ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾക്ക് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. അത്തരം മാറ്റേഴ്സ് ആണ് നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കിയിട്ടുള്ളത്. വളരെ കുറച്ച് പേർക്ക് ഇതൊരു പേഴ്സൺ തന്നെയാണെന്ന് കാണുന്നുണ്ട്. ഈ വ്യക്തിയെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതായിട്ടോ അത്തരം സാഹചര്യങ്ങളിലോട്ട് പോകുന്നതായിട്ടോ ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, യെസ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷനിലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് കഴിയുന്നില്ല. ഓക്കെ, ആ ഒരു റിയാലിറ്റിയിൽ അവരുടെ ചിന്തകൾ കൊണ്ടുവരാൻ കഴിയുന്നില്ല. പക്ഷെ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് അവർക്ക് നിങ്ങളോടുള്ളതെന്ന് തന്നെയാണ് കാണുന്നത്. യെസ്, ഓരോ നിമിഷവും അവർ അത്രയധികം നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. അവർക്ക് ഈ സാഹചര്യത്തോട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം. പക്ഷെ അപ്പോൾ ആ ഒരു നിമിഷത്തിൽ പോലും അവര് നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നതിന് പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അത്രയധികം ഇമ്പോർട്ടൻസ് ആണ് അവർക്ക് നിങ്ങളെ അവരുടെ ഹൃദയത്തിൽ അത്രയധികം സ്ഥാനം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ആൻഡ് യെസ്, തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്രയധികമായിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ്സ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നത്. നിങ്ങൾ വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ ഇടയാവുന്നുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇത്ര നാളും നിങ്ങൾ കടന്നു പോയ സാഹചര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം. അത്രമാത്രമുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. അത്രയധികം നിങ്ങൾക്ക് സന്തോഷം തരുന്ന നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തി അത്രമാത്രം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിയെക്കുറിച്ച് ഉണ്ടായിരുന്ന എന്തെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ ഈ നിമിഷത്തിൽ തന്നെ അത് മാറിപ്പോകുന്നതായിരിക്കും. കാരണം അത്രമാത്രം ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ ഒരുപാട് പേര് കാണുന്നുണ്ടാകാം. മേ ബി ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ട് 111 അല്ലെങ്കിൽ 222 അത്രയധികം നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് നമ്പേഴ്സ് കാണുന്നുണ്ടാവാം. ഓക്കെ,
അത് ഈ ഒരു ചേഞ്ചിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു കറന്റ് സിറ്റുവേഷൻ തന്നെ ടോട്ടലായിട്ട് മാറിപ്പോകുന്നതായിരിക്കും. ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുക്കാനായിട്ടുള്ളൊരു അവസരം ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം അത്രമാത്രമായിട്ടുള്ള സ്ട്രോങ് ഫീലിങ്സ് ആണ് ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഓക്കെ. ഇത്രയധികം സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അത്ര സ്ട്രോങ് ആയിട്ട് തന്നെ അവരുടെ ഹൃദയത്തിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രയധികം സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ഇപ്പോഴും നിങ്ങളെ കുറിച്ച് ഓർത്ത് വെക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് കാണുന്നുണ്ട്. എന്ത് പ്രതിബന്ധങ്ങൾക്കിടയിലും ആ പ്രണയം, നിങ്ങളോടുള്ള പ്രണയത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. യെസ്, ഡെഫിനിറ്റ്ലി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത്. യെസ്, കുറച്ച് പേരെങ്കിലും ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഉള്ള വ്യക്തികളുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം സ്ട്രോങ് ഫീലിങ്സ് ആണോ ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലുള്ളത്, അതുപോലുള്ളൊരു സ്ട്രോങ് എനർജി തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളത് എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നെഗറ്റീവ് സിറ്റുവേഷൻസ് ആയിരുന്നാൽ പോലും നിങ്ങൾ ഭയക്കണ്ട. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് വളരെ ജെന്യുവിൻ ആയിട്ടുള്ള, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രണയം തന്നെയാണ്. ഏത് നിമിഷത്തിലായിരുന്നാലും ഏത് സാഹചര്യം മറികടന്നും ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളൊരു എനർജി തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ. തീർച്ചയായിട്ടും ആ ഒരു ന്യൂ ബിഗിനിങ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിൽ നിന്നും ആ ഒരു മെസ്സേജ് തന്നെയാണ് കിട്ടുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാം. ഓക്കെ. നത്തിങ് ഈസ് യെറ്റ് സെറ്റ് ഇൻ സ്റ്റോൺ. ഒരിക്കലും ഒരു കാര്യങ്ങളും കോൺസ്റ്റന്റ് ആയിട്ട് ലൈഫിൽ തുടർന്ന് പോകില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം അത് നിങ്ങൾ മറികടക്കും. ആ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നു പോകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ബി ബോൾഡ് ആൻഡ് മേക്ക് ദി ഫസ്റ്റ് മൂവ്. ഓക്കെ. നിങ്ങൾ വളരെ ബോൾഡ് ആയിട്ട് ഇരിക്കുക. നിങ്ങൾ ഓരോ സാഹചര്യം വരുമ്പോൾ അതിനോടൊത്ത് നിങ്ങൾ തളർന്നു പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ മനസ്സുകൊണ്ട് സ്ട്രോങ് ആകേണ്ട ഒരു സമയമാണ്. നിങ്ങൾ ഇത് വിശ്വസിക്കുക. നിങ്ങളുടെ ലൈഫിലുള്ള ഈ ഒരു സാഹചര്യം നിങ്ങൾ ഓവർകം ചെയ്യും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ. ആൻഡ് എ പേഴ്സണൽ ഇഷ്യൂ റീച്ചസ് റെസൊല്യൂഷൻ. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നാലും അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ വേർപിരിയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഒരു റെസൊല്യൂഷൻ, അതിനൊരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന യൂണിവേഴ്സൽ മെസ്സേജസ്.